ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഇടം ലഡാക്കാണ്. നമ്മുടെ രാജ്യത്ത് മണിപ്പൂരിന് പുറമെ മറ്റൊരു സ്ഥലം കൂടി, മറ്റൊരു പ്രദേശം കൂടി നിന്ന് കത്തുകയാണ്. ഏതായാലും ഇന്ന് അവിടെ ഒരു ചർച്ച നടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചയാണ് നടക്കുന്നത്. കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് അപെക്സ് ബോഡി പ്രതിനിധികളുമായിട്ടാണ് കേന്ദ്ര സർക്കാരിന്റെ ചർച്ച. സംസ്ഥാന പദവി ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് സംഘടനകളുടെ വാദം. ഒപ്പം തന്നെ സോനം വാങ്ചുക്കിനെ വിട്ടുകിട്ടണമെന്നും പ്രതിനിധികൾ ആവശ്യപ്പെടും. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ സംഘർഷത്തിന് പരിഹാരമാകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ എന്ന്. റഷീദ്, ഗുഡ് മോർണിംഗ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് കേന്ദ്ര സർക്കാർ ലഡാക്കിലെ ഈ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സംഘടനകളുമായുള്ള ചർച്ച നടത്തുന്നു എന്നതാണ്. ഒന്ന്, സംസ്ഥാനം എന്ന ആവശ്യം ഏറ്റവും പ്രധാനമായി അവർ മുന്നോട്ട് വയ്ക്കുന്നു. സ്വയം ഭരണാധികാരമുള്ള നിയമസഭ എന്നതാണ് ഏതൊരു പൗരനെയും പോലെ ആ നാട്ടിലെ മനുഷ്യരുടെ ആഗ്രഹമെന്ന് പറയുന്നത്. അതിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഒപ്പം തന്നെ ആ ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സോനം വാങ്ചുക്കിന് ജയിലിലാണ്. ഇല്ലാത്ത കേസുകളുടെ പേരിൽ ജോധ്പൂരിലെ ജയിലിൽ അടച്ചിരിക്കുകയാണ് ആ മനുഷ്യനെ. അദ്ദേഹത്തെ വിട്ടുകിട്ടുക എന്ന ന്യായമായ ആവശ്യവും ഈ ചർച്ചയിൽ അവർ മുന്നോട്ട് വയ്ക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ് മനു. ലഡാക്ക് സംഘർഷത്തിന് പിന്നാലെ ഏറെ നിർണായകമായിട്ടുള്ള ചർച്ചയാണ് ഇന്ന് കേന്ദ്ര സർക്കാരും അതോടൊപ്പം ലഡാക്കിലെ വിവിധ സംഘടനകളും തമ്മിൽ ഉണ്ടാകുന്നത്. 10 മണിയോടുകൂടി ദില്ലിയിൽ വെച്ചാണ് യോഗം ചേരുക. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികളും അതോടൊപ്പം പീപ്പിൾ ഡെമോക്രാറ്റിക് അപെക്സ് ബോഡി തുടങ്ങിയിട്ടുള്ള പ്രതിനിധികളുമായിരിക്കും ഇന്ന് യോഗം ചേരുക. കഴിഞ്ഞ ദിവസങ്ങളിൽ യോഗം തീരുമാനിച്ചിരുന്നെങ്കിൽ പോലും ചില കാരണങ്ങളാൽ കൊണ്ട് യോഗം മാറ്റിവെക്കുകയായിരുന്നു എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നത്. എന്തായാലും ഇന്ന് പ്രധാനമായും ഈ നിരവധി ആയിട്ടുള്ള ഈ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് അതോടൊപ്പം അപെക്സ് ബോഡി പ്രതിനിധികളൊക്കെ തന്നെയും മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളെന്ന് പറയുന്ന ഒന്ന് സംസ്ഥാനത്തിൻ്റെ പദവി തന്നെയാണ്. സംസ്ഥാനത്തിന് പദവി നൽകുക, അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾ 6 ലഡാക്കിലേക്ക് നീട്ടി നൽകുക, ഗോത്ര വിഭാഗങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ അവരുടെ സംരക്ഷണം നൽകുക എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും മുന്നോട്ട് വെക്കുക. അതേസമയം തന്നെ സോനം വാങ്ചുക്കിനെ, സമരനായകനായിട്ടുള്ള സോനം വാങ്ചുക്കിനെ വിട്ടുകിട്ടണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം കൂടി മുന്നോട്ട് വെക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സോനം വാങ്ചുക്കില്ലാത്ത ചർച്ചകൾക്ക് അർത്ഥമില്ല എന്നുള്ളത് ഈ പാർട്ടി നേതാക്കളൊക്കെ തന്നെയും മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് ഈ യോഗം നീട്ടിവെക്കുകയായിരുന്നു. എന്തായാലും മേഖലയിൽ കർഫ്യൂവിൽ ചില നിയന്ത്രണങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇളവ് നൽകുകയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചില കടുത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കുകയാണ്. ഈ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയും സമാധാനം കൊണ്ടുവരാനുള്ള ചർച്ചകൾ മാത്രമായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അതേസമയം സോനം വാങ്ചുക്കുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും നടപടികൾ കേന്ദ്ര സർക്കാർ എടുക്കുമോ എന്നതിൽ അവ്യക്തത തുടരുകയാണ്. പ്രത്യേകിച്ചും പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായുള്ള സോനം വാങ്ചുക്കിൻ്റെ ബന്ധം ആരോപിച്ചുകൊണ്ടുള്ള CBI അതോടൊപ്പം ED അന്വേഷണങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യദ്രോഹ കുറ്റങ്ങളടക്കം അദ്ദേഹത്തിന് മേൽ ചുമത്താനുള്ളൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയം കടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും ഗൂഢാലോചന, കലാപ ആഹ്വാനം എന്നീ കേസുകൾ ചുമത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ നേരത്തെ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ജോധ്പൂരിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ എന്തായിരിക്കും എന്നുള്ളതും ഏറെ നിർണായകമായി നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും സമാധാന അന്തരീക്ഷം കൊണ്ടുവരണമെങ്കിൽ സോനം വാങ്ചുക്കിനെ മോചിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ് ഈ സംഘടനകൾ പ്രധാനമായും ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അത്തരത്തിലൊരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എങ്കിൽ ലഡാക്ക് വീണ്ടും ആളിക്കത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇന്ന് ഏറെ നിർണായകമായിട്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. ഇരു ബോഡികളുടെയും ഇരു പ്രതിനിധികളും ഏതൊരു നാട്ടിലെ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമാണല്ലോ അവർക്ക് സ്വയംഭരണാധികാരമുള്ള, അവർക്ക് അവകാശമുള്ള ഒരു നിയമസഭ വേണമെന്നത്. അതാണല്ലോ അവരുടെ ആവശ്യം. സംസ്ഥാന പദവി ഞങ്ങൾക്ക് നൽകണം, ഞങ്ങൾക്ക് സ്വയംഭരണാധികാരമുള്ള ഒരു നിയമസഭ വേണം എന്ന ആവശ്യം. ഇവിടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരേണ്ടിയിരുന്ന ഇടപെടൽ ഏതു തരത്തിലായിരുന്നു ഉണ്ടാകേണ്ടത്? അവിടുത്തെ നാട്ടിലെ മനുഷ്യരെ വിശ്വാസത്തിലെടുത്ത് അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുക എന്നതായിരുന്നല്ലോ വേണ്ടിയിരുന്നത്. അതല്ലാതെ ആ പ്രതിഷേധങ്ങളെ ഇത്തരത്തിൽ തോക്കും ലാത്തിയും ഉപയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അത് എത്ര കാലം അങ്ങനെ ചെയ്യാൻ കഴിയും? മണിപ്പൂർ നമ്മുടെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുകയല്ലേ. അവിടുത്തെ മനുഷ്യരെ കേൾക്കാനോ ചർച്ച ചെയ്യാനോ കേന്ദ്രമോ അവിടുത്തെ സർക്കാരോ തയ്യാറാകാതിരുന്നതുകൊണ്ട് തന്നെയല്ലേ അത് ഇത്രയധികം ആളിക്കത്തിയത്. അപ്പോൾ വീണ്ടും ലഡാക്കിലും അത് ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ പാഠങ്ങളൊന്നും പഠിക്കുന്നില്ല കേന്ദ്രം എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മനു, തീർച്ചയായും മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം കേന്ദ്ര സർക്കാരിനെയും അല്ലെങ്കിൽ BJP സർക്കാരുകൾക്കെതിരെയുള്ള പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്ന നീക്കമാണ് BJP സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. സമാനമായിട്ടുള്ള രീതി തന്നെയാണ് ലഡാക്കിലും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള ഏറെ ദൗർഭാഗ്യകരമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മണിപ്പൂരിന് സമാനമായിട്ടുള്ള സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യമായിരുന്നു ലഡാക്കിൽ ഉണ്ടായിട്ടുള്ളത്. ഈ സംഘർഷങ്ങളും അതോടൊപ്പം ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ആവശ്യങ്ങൾ
അംഗീകരിക്കുന്നതിനും കേന്ദ്ര സർക്കാർ ഇതുവരെയും തയ്യാറാവുകയും ചെയ്തിരുന്നില്ല. കഴിഞ്ഞ വർഷം നവംബറിൽ ദില്ലിയിൽ ചേർന്ന യോഗത്തിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ നേരിട്ട് സോനം വാങ്ചുക്കിനോട് ഈ അവകാശങ്ങൾ തങ്ങൾ ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇതുവരെയും അത് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ നടപ്പാക്കുകയോ ചെയ്തിട്ടില്ല കേന്ദ്ര സർക്കാർ. ഇതിന് പിന്നാലെയാണ് സോനം വാങ്ചുക്കിൻ്റെ നേതൃത്വത്തിൽ നിരാഹാര സമരം ആരംഭിക്കുകയും പിന്നീട് അത് വലിയ പ്രക്ഷോഭമായി ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. അതേസമയം ചില പ്രത്യേക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യുകയും ഈ പ്രതിഷേധക്കാർക്കെതിരെ നടപടിയെടുക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും സോനം വാങ്ചുക്കിൻ്റെ വാക്കുകളൊക്കെ തന്നെയും പ്രകോപനപരമായിരുന്നു. ഗൂഢാലോചനയുണ്ടായിട്ടുണ്ട്, കലാപ ആഹ്വാനം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം മറ്റു രാജ്യങ്ങൾ പ്രത്യേകിച്ചും പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് സോനം വാങ്ചുക്ക് പ്രവർത്തിക്കുന്നുണ്ട്. വിദേശ ഫണ്ടുകൾ ലഭ്യമായിട്ടുണ്ട്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഈ പ്രതിഷേധങ്ങളെ തീരെ അടിച്ചമർത്താനുള്ള ഒരു നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും മനു, ബീഹാർ അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും തിരഞ്ഞെടുപ്പ് നിലനിൽക്കെ ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ തന്നെയായിരിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്ന് ശ്രമം നടത്തുക. പ്രത്യേകിച്ചും ബീഹാറിൽ അടുത്ത ആഴ്ചയോടുകൂടി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തീയതി പ്രഖ്യാപനമുണ്ടാകും. ഇത് BJPക്ക് തിരിച്ചടിയാകുമോ എന്നുള്ള ഒരു ഭീതി കൂടി ഇപ്പോൾ BJP ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു സമവായത്തിനുള്ള ചർച്ചയായിരിക്കും അല്ലെങ്കിൽ ഒരു നീക്കമായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുന്ന ഒരു നീക്കം തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്.